നമസ്കാരം. ക്രൈസ്തവർക്ക് നേരെ രാജ്യത്ത് നടന്നു വരുന്ന സംഘപരിവാർ അതിക്രമങ്ങൾ അതിക്രൂരമായ തുടർക്കഥയാവുകയാണ്. മണിപ്പൂരിൽ വംശീയ നരനായാട്ട് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വല്ലാതെ മൂർച്ഛിച്ചിരിക്കുമ്പോൾ തന്നെ BJP ഭരിക്കുന്ന മറ്റൊരു പ്രധാന സംസ്ഥാനമായ ഒഡീഷയിൽ ക്രൈസ്തവർക്ക് നേരെ തീവ്ര ഹിന്ദു ശക്തികളുടെ അഴിഞ്ഞാട്ടം എല്ലാ സീമകളെയും അതിലംഘിച്ചു കഴിഞ്ഞു. മൃഗീയ ആക്രമണങ്ങളിൽ ഭയന്ന ഗ്രാമവാസികൾ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയാണവിടെ. കൊരാപുട്ട് ജില്ലയിലെ നാരായൺപട്ന, ബോധ്ഗാവ് എന്നീ ഗ്രാമങ്ങളിൽപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളാണ് സ്വന്തം വീട് ഉപേക്ഷിച്ച് പോകുവാൻ നിർബന്ധിതരാകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയും ഒരു സംഘം സാമൂഹിക വിരുദ്ധർ ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ദിവസങ്ങളായി തുടരുന്ന അതിക്രമങ്ങളിൽ സംരക്ഷണം തേടി രാഷ്ട്രീയ ക്രിസ്ത്യൻ മോർച്ച എന്ന സംഘടന രാഷ്ട്രപതിക്കും മറ്റ് പ്രധാനമന്ത്രിക്കുമൊക്കെ നിവേദനം നൽകിയതിൻ്റെ വിരോധത്തിലായിരുന്നു സംഘടിതവും വലിയ തോതിലുള്ളതുമായ ആക്രമണം നടന്നതെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. ക്രിസ്ത്യാനികളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതോടൊപ്പം അവരുടെ സ്വത്തുവകകൾ നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയുമാണിവർ. ബഹുഭൂരിപക്ഷവും ദളിതരായ ഇവിടത്തെ ക്രൈസ്തവരോട് ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു പോകണമെന്നും പഴയ ഗർവാപ്പസി അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക എന്നുമാണ് ഹിന്ദുത്വ സംഘടനയിലുള്ളവരുടെ ആക്രോശം. തുടരെ ഉണ്ടാകുന്ന സംഘടിത ആക്രമണങ്ങളിൽ ഭയന്ന് ഗ്രാമവാസികൾ കൂട്ടത്തോടെ വനാന്തരങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടിട്ട് പോലീസിൻ്റെയോ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല. പോലീസിൽ പരാതിപ്പെട്ടത് കൊണ്ട് യാതൊരു ഫലവുമില്ലെന്ന് നിരവധി ഉദാഹരണങ്ങൾ സഹിതമാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. BJP അധികാരത്തിൽ വന്ന കാലം മുതൽ ക്രൈസ്തവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണെന്ന് ഉൾഭയത്തോടെയാണെങ്കിലും ഭയന്ന് വിറച്ച് അവർ പറയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒഡീഷയിൽ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന കന്യാസ്ത്രീയെയും ഒപ്പമുണ്ടായിരുന്ന 3 പെൺകുട്ടികളെയും മതപരിവർത്തനം ആരോപിച്ച് ഒരു സംഘം ബജ്രംഗദൾ പ്രവർത്തകർ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചത്. ഈ ആക്രമണം പോലീസ് സാന്നിധ്യത്തിലുമായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനു മുമ്പ് കഴിഞ്ഞ മാസം 23-നാണ് എറണാകുളം സ്വദേശികളായ 2 സന്യസ്ത വൈദികരെ അക്രമികൾ അതിക്രൂരമായി മർദ്ദിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തത്. ഈ സംഭവം ഉണ്ടായതിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 90 വയസ്സുള്ള ഫാദർ ലീനസ് പുത്തം വീട്ടിലും ഫാദർ സെൽവിൻ കളത്തിലും നാട്ടിലേക്ക് ഒരുപക്ഷെ ഭയപ്പെട്ടിട്ട് തന്നെ ആയിരിക്കണം തിരികെ വന്നിരിക്കുകയാണെന്ന് മാത്രമല്ല ഇപ്പോഴും അവർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ തന്നെ ബഹ്റാപൂർ ജില്ലയിലെ കത്തോലിക്ക ദേവാലയത്തിലെ വൈദികൻ പാലക്കാരൻ ഫാദർ ജോഷുവ ജോർജിനും പള്ളിയിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് നേരെയും അതിക്രൂരമായ ആക്രമണം നടന്നിരുന്നു. ജൂബ ഗ്രാമത്തിലെ കഞ്ചാവ് കൃഷിക്കാരെ പിടികൂടാനെത്തിയ പോലീസ് അർദ്ധരാത്രിയിൽ ഗ്രാമവാസികൾക്കിടയിൽ വ്യാപകമായ അതിക്രമങ്ങൾ നടത്തിയിരുന്നു. തുടർന്ന് പിറ്റേന്ന് ഉച്ചയോടെ ഗ്രാമത്തിലെ അവർ ലേഡീസ് ലൂർദ് ദേവാലയത്തിലെത്തിയ പോലീസ് സംഘം പള്ളിയിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും വരെ അകാരണമായി മർദ്ദിച്ചു. വികാരി ഫാദർ ജോഷി ജോർജും സഹവികാരി ദയാനന്ദ നായിക്കും വിവരം കണ്ടറിഞ്ഞ് കാര്യം തിരക്കാനെത്തിയപ്പോൾ അവരെ മർദ്ദിക്കുക മാത്രമല്ല അവരെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും ചെയ്തു. തലയ്ക്കും തോളലിനും സാരമായി പരിക്കേറ്റ ഫാദർ ദയാനന്ദ് ബഹ്റാപൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതാണ് ഇന്നത്തെ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ സാമൂഹിക അന്തസ്സ്. മുസ്ലിം സമുദായത്തോടൊപ്പം തന്നെ ഇത്തരം
അതിക്രമങ്ങൾക്ക് ക്രൈസ്തവർ ഒപ്പം വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവ മത നേതൃത്വം നിശബ്ദത പാലിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. തീർച്ചയായും ഇവർ ശക്തമായി ദേശീയ തലത്തിൽ തന്നെ പ്രതിഷേധമുയർത്തേണ്ടതും അതേപോലെ തന്നെ ഇന്ത്യയിലെ അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന ഇതര മതന്യൂനപക്ഷങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അതിക്രമങ്ങളെ നേരിടുന്നതിനുള്ള പ്രതിഷേധങ്ങളുമായി രാജ്യവ്യാപകമായി പ്രകടനങ്ങൾ നടത്തേണ്ടതുമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്.